ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ അടുത്ത എംബ്രോയ്ഡറി സ്റ്റിച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോറൽ സ്റ്റിച്ചാണ് കേട്ടോ. വളരെ എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണ്, എന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇത് നമ്മൾ ഔട്ട്ലൈൻ ആയിട്ട് തന്നെ ചെയ്യുന്ന സ്റ്റിച്ചാണ്. പിന്നെ നമ്മൾ ഹൂപ്പാർട്ടിനൊക്കെ നമ്മൾ ഒരു ബോർഡറായിട്ടൊക്കെ കൊടുക്കും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ 3 നൂല് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. 6 നൂല് വെച്ച് ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ച് ബോർഡിൽ 3 നൂല് വെച്ചിട്ട് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനൊരു ലൈന് നമ്മൾ ആദ്യം വരയ്ക്കുക കേട്ടോ. എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഒരു ലൈന് വരയ്ക്കുകയാണ്. ആ ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ നമ്മൾ നീഡിൽ പൊക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് നീഡിൽ താഴ്ത്തിയതാ. വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. നീഡിലൊന്ന് താഴ്ത്തി അവിടെ തന്നെ ഒന്ന് പൊക്കിയെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ ഈ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഈ നീഡിൽ ചുറ്റി കൊടുക്കുക. കണ്ടില്ലേ? നീഡിലിൻ്റെ മേൽഭാഗത്തോടെ ഇങ്ങനെ എടുത്ത് താഴെ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നീഡിൽ ഇങ്ങോട്ട് വലിച്ചാൽ അവിടെ ഒരു കെട്ട് വരും. കണ്ടില്ലേ? ഈ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. നീഡിൽ താഴ്ത്തി അവിടെ തന്നെ പൊക്കിയെടുക്കുകയാണ്. ചെറിയൊരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ ആ നീഡിൽ പൊക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ നീഡിലിനെ ആ ത്രെഡ് കൊണ്ട് ചുറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അവിടെ കെട്ട് വീഴും. അപ്പോൾ 3 ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ ഇത് വളരെ കട്ടി കുറവായിട്ടാണ് നമ്മുടെ ആ ഒരു കെട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 3 നൂല് വെച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് 2 ചുറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇങ്ങനെ ഒരു ചുറ്റിയതിന് ശേഷം ഒന്നുകൂടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കെട്ടിന് കുറച്ചും കൂടെ ഒരു കട്ടി വരും. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മോട്ടിഫിൽ ചെയ്യുന്നത് നോക്കാം അല്ലേ. അപ്പോൾ നീഡിൽ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ബോർഡ് ചെയ്ത അതേ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് ഈ ഒരു ലൈനിലൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 6 നൂലാണ് ഇപ്പോൾ ഞാൻ മോട്ടിഫിൽ ചെയ്യുമ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റ ചുറ്റിയാൽ മതി കേട്ടോ. 6 നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ചുറ്റിയാൽ മതി. മോട്ടിഫിൽ നമ്മൾ ചെയ്യുമ്പോൾ 6 നൂല് വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരു ചുറ്റി കൊടുത്താൽ തന്നെ നമ്മുടെ കെട്ടിന് നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീഡിയോ നേരെ ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. നമ്മൾ ആ നീഡിൽ അവിടെ തന്നെ താഴ്ത്തി ചെറിയൊരു ഗ്യാപ്പിൽ നമ്മൾ പൊക്കിയെടുത്തിട്ട് നമ്മളൊന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ആ നീഡിലിൻ്റെ മേലോടെ ചുറ്റിയിട്ട് അടിയിലൂടെ എടുക്കുക. അങ്ങനെയാണ് ചുറ്റി കൊടുക്കുന്നത്. ഒറ്റ ചുറ്റിയാൽ മതി. എന്നിട്ട് നമുക്ക് ആ നീഡിൽ ഇങ്ങനെ പതിയെ വലിച്ചെടുക്കാം കേട്ടോ. നമ്മൾ കട്ട് കറക്റ്റായിട്ട് വരാനൊന്നിങ്ങനെ പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു പിക്ചർ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൽ ത്രെഡ് ചുറ്റുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്തൊരു സ്റ്റിച്ചും ഇതുപോലെ നീഡിലെ ത്രെഡ് ചുറ്റുന്ന ഒരു മെത്തേഡാണ് വരുന്നത്. അത് മറ്റൊരു മെത്തേഡിൽ നീഡിൽ ചുറ്റുമ്പോൾ അത് മറ്റൊരു സ്റ്റിച്ചായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ നീഡിൽ ചുറ്റുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്കത് ചെയ്യുമ്പോൾ ഇത് ഒരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ.
അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.